ഇംഗ്ലീഷ് ഫിലോസഫറായിട്ടുള്ള ജോൺ ഗ്രേ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ സന്തോഷം എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് പൂച്ചയിൽ നിന്ന് കണ്ടുപഠിക്കാമെന്ന്. ഈ കഥയിൽ ജോൺ ഗ്രേ ഒരു ദിവസം തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറേ വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരേപോലെ അനുസരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ എൻ്റെ പൂച്ചയും എന്ത് ചെയ്യുന്നുണ്ട്, അതുപടി അനുസരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പൂച്ചേനെ ഞാനങ്ങനെ മാറ്റിയെടുത്തു. ആരായിക്കോട്ടെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും ഞാനും അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നു. അപ്പം സംഭവം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഈ പ്യുവർ വെജിറ്റേറിയനായ ഫ്രണ്ട് കൊടുക്കുന്ന വെജിറ്റേറിയൻ ഫുഡുകളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൂച്ച കഴിക്കുന്നത്. ആ പൂച്ച എന്താ ഒരു പ്രശ്നവും കൂടാതെ തൻ്റെ വെജിറ്റേറിയൻ ഫുഡ് തനിക്ക് കിട്ടുമ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോൺ ഗ്രേക്ക് ആ പൂച്ചേനെ ഒന്ന് നിരീക്ഷിക്കാം, ഒന്ന് പഠിക്കാമെന്ന് തോന്നി. അങ്ങനെ ജോൺ ഗ്രേ എന്ത് ചെയ്തു, ആ പൂച്ചേനെ പഠിച്ചു, അങ്ങനെ ഒബ്സർവ് ചെയ്യുവാണ്. അപ്പം ജോൺ ഗ്രേക്ക് മനസ്സിലായി, ഇദ്ദേഹം കൊടുക്കുന്ന ഫുഡ് അത് വെജിറ്റേറിയൻ ഫുഡാണ്, അത് പൂച്ച കഴിക്കുന്നുണ്ട്. പക്ഷേ അതിന് പൂച്ചയ്ക്ക് എന്ത് വേണം, പൂച്ചയ്ക്ക് മാംസാഹാരം കഴിക്കേണ്ട ആവശ്യമുണ്ട്. പൂച്ച എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം കൊടുക്കുന്ന ഫുഡ് വളരെ സന്തോഷത്തോടു കൂടി മ്യാവ് മ്യാവ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ യജമാനൻ തരുന്ന ഒരു പൊളൈറ്റ് വേയിൽ ഒരു ഒരു എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അഗ്രസീവ് ആവാതെ ഇത് കഴിച്ചിട്ട് തനിക്ക് ആവശ്യമുള്ളത് പുറത്ത് പോയിട്ട് ഇദ്ദേഹം കാണാതെ പുറത്ത് പോയിട്ട് തൻ്റെ എലീനെയോ പാറ്റേനെയോ ഒക്കെ പിടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് പറയുന്നത്, അദ്ദേഹം എന്താണോ കൊടുക്കുന്നത് അത് അവരുടെ ഒരു സിറ്റുവേഷൻ, ആ പൂച്ചേൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള വീട്ടിലാണ് പൂച്ചയുള്ളത്. പക്ഷേ ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, ആ പൂച്ച ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ പൂച്ച ഒരിക്കലും പറഞ്ഞിട്ടില്ല, മീൻസ് അഗ്രസീവായിട്ടില്ല, അല്ലെങ്കിൽ ഓ തനിക്ക് ഈ വീടാണല്ലോ കിട്ടിയെന്ന് എന്നുള്ള ഒരു വികാരമോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. പക്ഷേ തൻ്റെ ആ സിറ്റുവേഷനെ പൂച്ച എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ആ സിറ്റുവേഷനെ പൂച്ച അക്സെപ്റ്റ് ചെയ്തിട്ട് തനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാനുള്ള വേറൊരു ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു മാർഗം അവിടെയുണ്ട്. ആ മാർഗത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പൂച്ച സ്വയം പോയി തൻ്റെ ഹാപ്പിനെസ് അവിടെ കണ്ടുപിടിക്കുന്നു. പൂച്ച പുറത്ത് പോയി ആവശ്യമുള്ള ഭക്ഷണം എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഭക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പം ഇപ്പോൾ നമ്മൾ പറയും, എനിക്കിപ്പം 149 സെൻറ്റിമീറ്റർ പൊക്കമുള്ളൂ. ഓക്കെ, എനിക്ക് 149 സെൻറ്റിമീറ്റർ പൊക്കമുള്ളൂ, അതെനിക്കറിയാം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷത്തിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, വേറൊരാൾക്ക് നമ്മളെ ഒരിക്കലും സാഡ് ആക്കാൻ കഴിയത്തില്ല. ബിക്കോസ് വി ആർ ആക്സെപ്റ്റിംഗ് ദാറ്റ് സിറ്റുവേഷൻ. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ നമുക്ക് അത്രയേ ഉള്ളൂ, നമ്മളങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് സംഭവിക്കുന്നു, നമ്മളെ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാനസികമായി തളർത്താൻ കഴിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പൂച്ചയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അതതിൻ്റെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, സിറ്റുവേഷൻ്റെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, വേറെ മാർഗം തേടുന്നു. മനുഷ്യനും ഇതേപോലെ ആയിരിക്കും. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പൂച്ചയെ പോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ താക്കോല് വേറെ ആളുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ ഇരിക്കുക. ഇപ്പം അവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആവൂ എന്നല്ല. നമുക്കൊരാളെ ഏറ്റവും മാക്സിമമായിട്ട് സ്നേഹിക്കാം, ബട്ട് ആ സ്നേഹിച്ചിട്ടുള്ള ഈ പൂച്ചേനെ പോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് പൂച്ചേൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്.